ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. 68-ാം സങ്കീർത്തനം അതിൻ്റെ 25, 26, 27 വാക്യങ്ങൾ ആരെങ്കിലും ഉറക്കെ മൈക്കിൽ കൂടെ വായിക്കണം. 25. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദാ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. സഭായോഗങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാ സഭായോഗം. സഭായോഗത്തിലെ പ്രസംഗമല്ല കൺവെൻഷൻ പ്രസംഗം, അത് വേറെ. അതല്ല പരസ്യയോഗത്തിന്. നമ്മുടെ സഹോദരങ്ങളെല്ലാം ഓരോ വണ്ടിയും പിടിച്ച് ചെണ്ടയും വണ്ടിയും തൊണ്ടയുമായിട്ടങ്ങ് ഇറങ്ങി റോഡിൽ ചെന്നിന്ന് കുറച്ച് സഹോദരിമാരെല്ലാം കൂടെ പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിട്ടുണ്ടെന്നുള്ള പാട്ടുമൊക്കെ പാടി ഈ പള്ളി സാക്ഷ്യം പറയുമ്പോഴൊക്കെ വെളിയിൽ നിന്ന് പറയുകയായിട്ട് ഇവനെയൊക്കെ ആരായി ഇറക്കി വിട്ടത്? വെള്ളമടിച്ചു പോകുന്ന നിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്തോ കാണാനാ. ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഇറങ്ങി അങ്ങ് ചാടിയേക്കുക. വല്ലവരും കല്ല് പറക്കി എറിഞ്ഞാൽ പിറ്റേ ദിവസം വരും, കർത്താവ് നിമിത്തം ഞങ്ങൾ കല്ലുകൊണ്ട് ഏറുകൊണ്ടു ദാണ്ട കിടക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും വേണം. പ്രാർത്ഥിക്കുന്നതിന് പിന്നെ എന്തിനാ ഫോൺ നമ്പരും അതിനകത്ത് പിന്നെ ബാങ്ക് അക്കൗണ്ടും IFSC കോഡും കൂടെ എഴുതുന്നത്? അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. നീ കൊണ്ടെങ്കിൽ കൊണ്ട ചവിടങ്ങണം മര്യാദയ്ക്കിരുന്നു. നിന്റെ പരിജ്ഞാനത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇതെല്ലാം വാങ്ങിച്ചു. പരസ്യത്തിന് പ്രസംഗിച്ചാൽ 3.5 മണിക്കൂർ നിന്ന് പ്രസംഗിച്ചൊരുത്തനായി നിൽക്കുന്നത്. നായന്മാരുടെ ഇടയിൽ പഴവളത്ത് തലേ ദിവസം വന്ന CPM-കാരെയും അതിനു മുമ്പ് വന്ന ഷാരോങ്കാരെയും ചള്ളവാരി എറിഞ്ഞും ചാണകം വാരി എറിഞ്ഞും അവർ ഓടിച്ചതാ. ഈ പറഞ്ഞ പോലെ രക്ഷപ്പെട്ടത് സംഗീതം കൊണ്ടാ. ഞാനും എൻ്റെ ഒരു അളിയനും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ ഇറങ്ങി നിന്ന് ഒരു പാട്ട് പാടി നല്ല കീർത്തനങ്ങൾ 2 എണ്ണം പിടിപ്പിച്ചു. ആളളകി. ജനം വന്നവരെല്ലാം KP റോഡിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുക. വണ്ടി പോകുമ്പോൾ അവർ മാറിക്കൊടുക്കും, പിന്നെയും വന്ന് നിൽക്കുക. ഓണക്കാലം തലേ വെച്ചോണ്ട് കൊട്ടയം വെച്ചോണ്ട് 3.5 മണിക്കൂർ നിന്നത് എനിക്ക് ഓർമ്മയുണ്ടേ. അങ്ങനെ പ്രസംഗിക്കായിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആര്? അതായിരുന്നു അന്നത്തെ വിഷയം. പ്രസംഗം കഴിഞ്ഞപ്പോൾ കടയിലിരുന്നൊരുത്തിന് എന്നെ കൈകൊട്ടി വിളിച്ച് അങ്ങോട്ട് ഇമ്പ. ഞാൻ വിചാരിച്ച് അടി കിട്ടും. അന്ന് പെണ്ണ് കെട്ടിയിട്ടില്ലാത്ത കാലമാണ്. തല്ലു വന്നാൽ ഓടാൻ പറ്റിയ ശരീരവും. ഞാനും വിചാരിച്ച് ആടി കൈ പൊക്കുന്നതിന് മുമ്പ് സ്ഥലമിടണം. പതുക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഒരു പൊതുക്കെട്ടെടുത്ത് എൻ്റെ കൈ തന്നു. ചാണകം വാരി തേക്കടാന്ന് പറയാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്ങി വാങ്ങിച്ചപ്പോൾ വെയിറ്റ് കുറവുണ്ട്. അത് അന്നത്തെ ഓണ സമയത്തെ ഉപ്പേരി എനിക്കവർ പൊതിഞ്ഞ് തന്നതാണ്. ഞാൻ വാങ്ങിച്ചിട്ട് നന്ദി പറഞ്ഞു. അടുത്ത കടക്കാരൻ വിളിച്ചു. ഒരു കൊല പഴം, ഒരു പടല പഴം, പൂവമ്പഴമോ ഇലിഞ്ഞു തന്നു. മറ്റൊരുത്തിനപ്പുറത്തുനിന്ന് വിളിച്ചു. അതിന് കളിയോടയ്ക്കാന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് അവൻ തന്നു. പിന്നെ അങ്ങനെ പലരും വിളിച്ചാൽ ചിലപ്പോൾ എവിടെ അടി ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ 3 എണ്ണം വാങ്ങിച്ചു ഞാൻ സ്ഥലം വിട്ടു. പിന്നെ ഇന്ന് വരെ പോയിട്ടില്ല. നേരത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് ഓണത്തെ ഞാൻ വേദം കൊണ്ട് ഖണ്ഡിക്കും. മത്സ്യം കൂർമ്മം വരാഹം ച നരസിംഹ വച്ച വാമന രാമോ രാമച്ച രാമ കൃഷ്ണകൾക്ക് ജനാർദ്ദന എന്ന് ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ചു, 5ാം അവതാരമായ വാമനം വന്നപ്പോൾ മാവേലി ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. പരശുരാമൻ മഴുവെറിഞ്ഞ് 7ാം അവതാരം പരശുരാമൻ മഴുവെറിഞ്ഞ കേരളം ഉണ്ടായതെങ്കിൽ അന്നത്തെ കേരളം എന്തിയേ? ഇല്ലെങ്കിൽ ഇന്നത്തെ കേരളം കള്ളം, അല്ലെങ്കിൽ അന്നത്തെ കേരളം കള്ളം. ഇല്ലെങ്കിൽ ഭൂപടത്തിൽ 2 കേരളം കാണിക്കണം. പരസ്യമായി ഖണ്ഡിച്ച് ആരും ഒന്നും പറഞ്ഞില്ല, കളിയോടക്കായും തന്നു വിട്ടു. പക്ഷെ പറയുന്നതിനൊരു ലെവൽ വേണം, അത്രയേ ഉള്ളൂ. എൻ്റെ പൊന്നുപെടുത്ത സഹോദരിമാരെ, നിങ്ങളാരും പരസ്യത്തിന് പോകല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയോ എടുക്കുക ചെയ്യുക. അതിന് പറ്റിയ പുള്ളികളുണ്ടെങ്കിൽ അവർ കയറി പറയട്ടെ. സഹോദരന്മാർ പോകട്ടെ. നീ അധികം വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. ചുമ്മാ വേദവാക്യം പറഞ്ഞാൽ തന്നെ പോരെ. അതിൻ്റെ കാര്യം കൈകാര്യം ചെയ്ത് നമ്മുടെ കർത്താവാണ്. ഞാൻ പറഞ്ഞതേ, സംഗീതം ഒരു നല്ല ഒരു മീഡിയ, സുവിശേഷം അറിയിക്കാൻ. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ കാലത്ത് ദാവീദിൻ്റെ കൊയർ ഗ്രൂപ്പിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ദാവീദിൻ്റെ കൊയർ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് പറയാൻ അറിയാവുന്നവരുന്ന് കൈ പൊക്കി പിടിച്ചേ. എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല. കാരണം നമ്മൾ പുസ്തകം വായിക്കാറില്ല. അറിയാമോ? തബല ഇല്ലായിരുന്നു അന്ന്, വീണയുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ 2 വീണ ഇരിപ്പുണ്ട്. 2 അല്ല 3 ഉണ്ട്. 3ാമത്തെ വീണ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെയാണ് എൻ്റെ ജോലി. അപ്പോൾ ഞാൻ പറയട്ടെ, 4000 പേരടങ്ങുന്ന
ഒരു വലിയ ഗായക സംഘത്തിൻ്റെ ഡയറക്ടറായിരുന്നു ദാവീദ്. പുള്ളി തന്നെ ഉണ്ടാക്കിയ വാദ്യത്തരങ്ങളും കൈത്താളങ്ങളും കൊണ്ടൊക്കെയാണ് നടത്തിയത്. അപ്പോൾ പറയുന്നത് ഇവിടെ സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിൻ്റെ ഉറവുകളിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിൻ്റെ ഉറവുകളിൽ നിന്നുള്ളവർ 4 വിധ പ്രഭുക്കന്മാരാ. പ്രസംഗം ആരംഭിച്ചു. 4 വിധ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ ഉറവിൽ. ആരൊക്കെയാ? 1, അവരുടെ നായകനായ ചെറിയ ബെന്യാമിൻ. 2 യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും. 3 നഫ്താലി പ്രഭുക്കന്മാർ. 4 സെബൂലൂൻ പ്രഭുക്കന്മാർ. ഈ 4 വിധ പ്രഭുക്കന്മാർ എല്ലാ സഭായോഗങ്ങളിലും ഉണ്ടായിരിക്കണം. സഭായോഗം എന്ന് പറഞ്ഞാൽ സഭ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ എടുക്കുന്ന ഇടമാ, അതാ സഭായോഗം. ആ സഭായോഗത്തിൻ്റെ ഓർമ്മയാ നാമം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ പോലും പഞ്ചപുച്ഛമടക്കി സന്തോഷത്തോടെ ഇരിക്കുക. അവരെല്ലാം ശ്രദ്ധിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ ഈ 4 വിധ പ്രഭുക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത് പഠിക്കുവാനുള്ളത് അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിൻ. ബെന്യാമിൻ ചെറിയവനാണെങ്കിലും അവനെ ആ നായകനാക്കാൻ ദൈവത്തിന് ഹിതമുണ്ടായി. നമ്മളൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നവരെ നായകന്മാരാക്കും. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോൾ ഓരോരുത്തരും നായകന്മാരായി പലയിടത്തും ഇരിക്കുന്ന കണ്ടിട്ടില്ലയോ? ഓരോ നായകന്മാരുടെ ഇരിപ്പൊക്കെ കണ്ട ദൈവം തമ്പുരാനെ ആരാന്നോ ഇവനെ തിരഞ്ഞെടുത്തെന്ന് തോന്നിപ്പോവും. നമ്മളോട് ചേർന്ന് ആ തിരഞ്ഞെടുത്തെന്ന് ഓർത്തിരിക്കണം. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ചില ചെറിയവരെയാ തിരഞ്ഞെടുത്ത് നായകന്മാരാക്കുന്നത്. ദൈവത്തിന് ഹിതം അങ്ങനെയാ. നമ്മിൽ പലരെയും തിരഞ്ഞെടുത്തത് തിരിഹിതമനുസരിച്ചാണെന്നൂടെ പഠിക്കും. നായകനായ ഈ ചെറിയ ബെന്യാമീനെ അവന്റെ പിറവിയിൽ തന്നെ, അവന്റെ ജനനത്തിങ്കൽ തന്നെ അവനെക്കുറിച്ച് താഴ്ചയുള്ള വാക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ബെന്യാമീന്റെ ജനനത്തിലേക്കൊന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 35-ാം അധ്യായം 18-ാമത് വാക്യം. ജീവൻ പോകുന്ന സമയം അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. ബെനോനി കഷ്ടതയുടെ പുത്രൻ, ബെന്യാമീൻ വലങ്കയുടെ പുത്രൻ. റാഹേൽ പ്രസവിച്ചു. റാഹേൽ പ്രസവിക്കത്തില്ലെന്ന് നാട്ടുകാർ മൊത്തം വിധി എഴുതിയതാ. അവളും വിധി എഴുതിയതാ. അവളുടെ ദാസി ബിൽഹായൊക്കെ ദാനം ചെയ്യുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു കുഞ്ഞിനെ കിട്ടണമെന്നുള്ള ആഗ്രഹം അത് അവൾക്ക് മാത്രമല്ല അവളുടെ ഭർത്താവായിരിക്കുന്ന യാക്കോബിനും ഉണ്ടായിരുന്നു. കാരണം 10-20 വർഷം ഇവക്ക് വേണ്ടിയാ ചെലവിട്ടത്. അവളെയാ ആദ്യം കണ്ടത്. ആ കരയ്ക്ക് വന്ന് നിൽക്കുമ്പം ആടുകളെ വെള്ളം കൊടുക്കുവാനായി വന്ന വരവില് കൂടിരുന്ന പുള്ളികൾ പറഞ്ഞതാണ്ട് ആ വരുന്ന റാഹേലെ നിങ്ങൾ ചോദിച്ച ആളിൻ്റെ മോളാ. ഓഹോ. അടുത്തു വന്നപ്പോൾ അവൾ അവനെ പിടിച്ച് ചുംബിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ ഇന്നാരാ. അവൾക്ക് വലിയ സന്തോഷം. ആടുകൾക്ക് വെള്ളവും കൊടുത്തു ഒറ്റ ഓട്ടം ഓടി അവിടെ ചെന്ന് വിളിച്ചു പറഞ്ഞു, ഇന്നാര് വന്നിട്ടുണ്ട്. എന്തിയേ? ദേ കിണറ്റിങ്കരെ നിൽക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വന്ന ആദ്യത്തെ വിളി, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇനി കയറി വാ. നീ എന്തിനാ അവിടെ നിൽക്കുന്നു? ഇങ്ങോട്ട് വാ. അവിടെ ചെന്നു. അപ്പോൾ തമ്മിലുള്ള സംസാരങ്ങൾ, അമ്മാവിയപ്പൻ, ആളിയൻ, ഈ പെൺപിള്ളേർ 2 പേര്, ഒരുത്തിയുടെ പേര് ലേയ. പിന്നെ അവരെ ഒന്നും അധികം ശ്രദ്ധിക്കുന്നില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു 7 വർഷം അവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മാച്ചൻ്റെ ഒരു വാക്ക്, അമ്മാച്ചൻ പറയട്ടെ, നീ ഇത്ര നാൾ ഇവിടെ നിന്ന് വെറുതെ നിൽക്കണ്ട, ഒരു കാര്യം ചെയ്യും, നിനക്കിഷ്ടമാണല്ലോ റാഹേലിനെ. എനിക്കിഷ്ടമാണ്. അവിടെ കല്യാണം കഴിച്ചു തരാം. ഒരു 7 വർഷം നീ എനിക്ക് സേവ ചെയ്യണം. സ്ത്രീധനമാകട്ടോ, അങ്ങോട്ട് കൊടുക്കാനുള്ളതാ, അല്ല ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കുന്ന നല്ലത്. കൊടുത്തു. 7 വർഷം കഴിഞ്ഞു. ഈ പൂങ്കണ്ണിയെ കണ്ടാൽ അറിയത്തില്ല. നേരം വെളുത്തെഴുന്നേറ്റു. 2 അങ്ങോട്ട് രാത്രി ഉറങ്ങിച്ച് നേരം വെളുത്തെഴുന്നേറ്റ് അവനൊരു നല്ല നോട്ടം നോക്കി ഈ പെണ്ണുപിള്ളയുടെ മുന്നിക്കോട്ട്. ഇപ്പം മനസ്സിലായി, എൻ്റെ പൊന്നും കൊടുത്ത അമ്മായിയപ്പ നിങ്ങൾ ഈ കാണിച്ചത് എന്തൊരു ഇടപാടായി. ഒരൊറ്റ നോട്ടം
ഇവൻ്റെ നെഞ്ചിടിഞ്ഞു പോയി. ഇനിയിപ്പോൾ മാറാൻ ഒക്കത്തില്ല. രാവിലെ എഴുന്നേറ്റ് കെടുകാപ്പി പിടിക്കാൻ വന്ന വരവില് ഇവൻ്റെ ഈ ചടച്ച കണ്ണും ആ വല്ലാത്ത നോട്ടവും കണ്ട അമ്മായിയപ്പൻ പറഞ്ഞു, സാരമില്ലടാ, എനിക്കറിയാം നിനക്ക് വിഷമമുണ്ടെന്നൊക്കെ. ഇവിടെ ഒരു പതിവുണ്ട്, മൂത്തവളെ നിർത്തി ചിളവളെ കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയത്. നീ ഒരു കാര്യം ചെയ്യും, ഒരു 7 വർഷം അവളെ നിനക്ക് തരാം. ഇവിടെ ഞാനല്ലേ പറഞ്ഞ് തരാമെന്ന്. ആ 7 വർഷമൊക്കെ പുള്ളിക്ക് വെറും 7 ദിവസം പോലെ ചാടിപ്പോയി. അങ്ങനെ ഇവളെ കല്യാണം കഴിച്ചു. പക്ഷേ ആ പക്ഷേയിൽ ഇവൻ ഉദ്ദേശിച്ചൊന്നും നടക്കുന്നില്ല. ഇവനൊരു കുഞ്ഞിക്കാൽ ഇവളിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ദിനരാത്രങ്ങൾ, വർഷങ്ങൾ നീങ്ങി ദൈവം ഇവൻ്റെ സങ്കടം കണ്ട് ജോസഫിനെ കൊടുത്തു. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകെ കൊണ്ടും, ജോസഫ് നല്ല സുന്ദരനായിരുന്നു, കോമളനായിരുന്നു, നല്ല കണ്ടാക്കൊള്ളാവുന്ന കൊച്ചൻ, പിന്നെ ഒരു സൗന്ദര്യധാമത്തിൽ നല്ലോ ഇറങ്ങി വന്ന ഇവനെ. അപ്പോൾ അവനെ അധികം സ്നേഹിച്ച് നല്ല അങ്കയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവൾ ഒന്നുകൂടെ പ്രസവിച്ചു. അത് വരുന്ന വഴിക്ക അമ്മായിയപ്പനെ വിട്ട്, ആടുകളെ വിട്ട്, കിട്ടിയ ആടും പരിവാരങ്ങളും ദാസന്മാരും ഒക്കെ ആയിട്ട് സ്വന്തം ഭവനത്തിലേക്ക് വരുന്ന വരവ്, ഇനി ഞാൻ എന്ന് എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതും എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുത്തു വരുന്ന വരവെങ്കിൽ കണ്ടതാണ്. അവൾ ഗർഭവതിയായിരുന്നു. പക്ഷേ ഇതിനിടയിൽ അവൾ ഒരുപാട് കളിപ്പീരൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഭാഗം വായിച്ചാൽ അറിയാം. അപ്പൻ്റെ ഗ്രഹബിംബമൊക്കെ എടുത്തിഞ്ഞ് കൊണ്ടുപോന്നു, കഴുതയ്ക്ക് കോപ്പിട്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. ഈ ഗർഭവതിയായവളെ വിളിച്ചു പറയാം, അപ്പാ, സ്ത്രീകൾക്കുള്ള പതിവ് വന്നിരിക്കുന്നുണ്ട്, എഴുന്നേക്കാൻ നിവർത്തിയില്ല, കള്ളി എന്നാ തിരിച്ചു വിളിക്കേണ്ടത്. തമ്പുരാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇവള് പ്രസവിച്ചു. വഴിയരികിൽ ബേത്ലഹേമിൽ വെച്ച് ഇവള് പ്രസവിച്ചപ്പോൾ കഠിനമായ വേദന ഉണ്ടായിട്ട് കുഞ്ഞു മുൻപോട്ടും അമ്മ പുറകോട്ടും. ജീവൻ പോകുമ്പോൾ അവൾ അവന് ബെനോനി, കഷ്ടതയുടെ പുത്രൻ എന്ന് പേരിട്ടു. അടുത്ത് നിന്ന് അപ്പൻ കൈവാരി എടുത്ത് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പേര് തിരുത്തി ബെന്യാമീൻ, വലങ്കയുടെ പുത്രൻ. ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരെയും പേര് തിരുത്തിയതാ കേട്ടോ. നമ്മളല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രം നോക്കിക്കോണം. ആട്ടി, ഇട്ടാട്ടി, ഇട്ടുണ്ണി, ഇട്ടിച്ചിരി, ഇട്ടിയവറ, ഇങ്ങനെയൊക്കെ പേരുണ്ടായിരുന്നു, പുള്ളികളുണ്ടായിരുന്നു പണ്ട്. ഓരോരുത്തരുടെ പേരിട്ട്. ആരാ പേരിട്ടത്? തമ്പുരാക്കന്മാർ. അവർക്കുള്ള ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ടതാ. അപ്പോൾ അങ്ങനെയൊക്കെ നടന്ന കാലത്തുനിന്ന് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ഉപദേശവും ഈ കേരളത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ പലരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി കണ്ടതുകൊണ്ടും ദൈവം അതിന് മുഖാന്തരങ്ങളെ ഒരുക്കിയതുകൊണ്ടും പലരുടെയും പേര് മാറ്റി, ചാത്തൻ എന്നുള്ള പേര് മാറ്റി ചാക്കോ എന്ന് കയറ്റി വിട്ടതാ. അങ്ങനെ നമ്മിൽ പലരും ഇന്ന് കർത്താവിൻ്റെ പാതയിൽ നിൽക്കുക. എങ്ങനെ ആരാ ഇട്ടെന്ന് ചോദിച്ചാൽ, ജീവൻ പോകുമ്പോൾ അപ്പനിട്ട പേര്. അതെന്താ? ബെന്യാമീൻ. ഇവിടെ വിളിച്ചു പറയുക, അവിടെ അവരുടെ നായകനായ ബെന്യാമീൻ അർഹതയില്ലാത്തവനെ അർഹനാക്കി തീർക്കുന്നതാണ് ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ ഉരുവാക്കി കൊണ്ടുവന്നത്. ഈ ആദ്യത്തെ രാജാവിനെ ഉരുവാക്കുമ്പോൾ ഈ ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗല് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിക്കണേ. 1 ശമൂവേലിന്റെ പുസ്തകം എടുത്താട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 21-ാമത് വാക്യം. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഏറ്റവും ചെറിയ ഗോത്രക്കാരൻ, ഏറ്റവും ബലഹീന ഗോത്രക്കാരൻ. ശമൂവേൽ പ്രവചിക്കുകയാണ്, നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ പ്രവചിച്ച് അഭിഷേകം ചെയ്ത് തൈലക്കൊമ്പെടുത്തവന്റെ തലയിലൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യുമ്പോൾ പറയുന്ന വാക്കാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതും. ആ ചെറിയ ഗോത്രത്തിൽ വെച്ച് എൻ്റെ കുടുംബം ഏറ്റവും ചെറുതും. എളിമത്വത്തിലാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഞാൻ വലിയവനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കും. താഴ്മയുള്ളവനെയോ അവൻ ദൂരത്തു നിന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ. നിഗളികളെ സ്പർദ്ധയോടെ നോക്കുന്ന ദൈവം
താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ എളിയ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ രാജാവാക്കിയ തമ്പുരാൻ ഈ രാജാവിനെ നേരത്തെ കണ്ടുവച്ചത് റാഹേൽ പ്രസവിച്ച ഈ കൊച്ചു ചെറുക്കനിൽ നിന്ന് ബെന്യാമീൻ ഗോത്രക്കാരനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവിനെ ദൈവം അവിടെ കണ്ടുവച്ചിരുന്നു. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും. ദൈവം ഒരുവനെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചാൽ കൊണ്ടിട്ട് അനുഗ്രഹിക്കും. അത് ഇവിടെ വെച്ച് അനുഗ്രഹിക്കാൻ ഒത്തില്ലെങ്കിൽ കടല് കടത്തി കൊണ്ടിട്ട് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇവിടെ അല്ല, എവിടെ ആയിരുന്നാലും ദൈവത്തിന്റെ കരുതല നീട്ടി അനുഗ്രഹിക്കുവാൻ തിരികിടമുണ്ടെങ്കിൽ അവൻ നന്നായി നമ്മെ അനുഗ്രഹിച്ചിരിക്കും. പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബെന്യാമീനെ പലയിടങ്ങളിലും നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാനുണ്ട്. അല്പം ഒന്ന് പഠിക്കണം. കാരണം അവൻ നായകനല്ലേ. നായകനായി കഴിഞ്ഞപ്പോൾ നായകനാകുന്നതിന് മുമ്പുള്ള ചരിത്രം കൂടെ പഠിക്കണം. ആളുകളെല്ലാം തള്ളി മാറ്റുന്നു. 10 ഗോത്രങ്ങൾ അപ്പന്റെ കാര്യങ്ങൾക്കെല്ലാം ആട് വയ്ക്കാനും അതിനൊക്കെ മിടുക്കന്മാർ പോകുമ്പോൾ ഈ കൊച്ചനെ വിടുന്നില്ല. ഇവനെ കൂടെ നിർത്തി. കാരണം ഇവന്റെ അമ്മ മരിച്ചതാ, തള്ളയില്ലാതെ വളർന്ന കുഞ്ഞാ. ആകെ ഒരു ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടനും നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഈ ബെന്യാമീനെ കൂടെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി സാധനം വാങ്ങുവാൻ അല്ലെങ്കിൽ ധാന്യം കൊള്ളേണ്ടതിന് വേണ്ടിയിട്ട് മിസ്രൈമിലേക്ക് പോവുക ജ്യേഷ്ഠന്മാർ. കാരണം ദേശത്തെമ്പാടും വളരെ ക്ഷാമമായി. യാക്കോബ് പറയുന്നൊരു വാക്കുണ്ട്, മക്കളെ മിസ്രൈമിൽ ധാന്യമുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നു. നാം മരിക്കാതിരിക്കേണ്ടതിന് നാം അവിടേക്ക് പോകണം. നിങ്ങൾ പോയി അവിടുന്ന് ധാന്യം കൊള്ളണം. അത് വേറൊരു വിഷയമാണ്, മരിക്കാതിരിക്കേണ്ടതിന്. അതിനി എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ഓർപ്പിച്ചാൽ മതി, നമുക്ക് പറയാം. ഇവിടെ നാം ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിന്റെ 27-ാമത് വാക്യം ഒന്ന് വായിച്ചാൽ. അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ, അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവർ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞ് കുനിഞ്ഞ് നമസ്കരിച്ചു. 43-23 അവൻ അവരോട് അതന്നെ വായിച്ചു. അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു. 43-27 അവൻ അവരോട് കുശലപ്രശ്നം ചെയ്തു. നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നുവോ, അവൻ ജീവനോടിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവർ ഞങ്ങളുടെ അപ്പനായ നിന്റെ അടിയാന് സുഖം തന്നെ, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സംവിധാനം മിസ്രൈമില പട്ടിണി കിടന്ന് കോലം തിരിഞ്ഞ ഈ 10 എണ്ണം വാഹനമൃഗവുമായി ചെന്നിരിക്കുകയാണ്. ആവശ്യത്തിന് പണമുണ്ട്, കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ധാന്യം കൊള്ളുവാൻ ചെന്നപ്പോൾ യോസഫിന് മനസ്സിലായി വന്ന പുള്ളികൾ ആരാണെന്ന്. ഒരിക്കൽ പറിച്ചു കീറപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്കിയെടുത്ത് വലിച്ചു കീറി രക്തത്തിൽ മുക്കി അപ്പന്റെ അടുത്ത് കൊണ്ടുകൊടുത്ത് അപ്പൻ ഇതിനെ നോക്കിയിട്ട് അയ്യോ എന്റെ മോൻ യോസഫിന്റെ അങ്കി തന്നെ ഇത് എന്ന് പറഞ്ഞ് വിലപിച്ച് അവന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആ കീറത്തുണി എടുത്ത് തലക്കീഴിൽ വെച്ച് തലയിണക്കീഴിൽ വെച്ച് കൂടെ നോക്കി കരയുന്ന ഈ അപ്പൻ മനസ്സിലായി അവൻ എന്നത്തേക്കുമായി പോയി കഴിഞ്ഞു. പിന്നെ ആകെ കാണുന്നത് റാഹേലിന്റെ മുഖവും ജോസഫിന്റെ മുഖവും കൂടെ കാണുന്ന ഒരേ ഒരുത്തരേ ഉള്ളൂ, അതാണ് നമ്മുടെ ബെന്യാമീൻ. അവനെ വിടാതെ കണ്ട് ഇവരെ വിട്ടതാ ധാന്യം കൊള്ളുവാൻ. ഇവർ പോയി എല്ലാം വാങ്ങിച്ചു പറക്ക് വരുന്നതിന് മുമ്പേ ജോസഫ് ഒരടവിറക്കിയതാ. ആരെവിടെ ഉമ്മരെ പിടിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് വരിക, ഞങ്ങൾ ഇന്നടത്തുനിന്ന് വരിക, കനാനിൽ നിന്ന്. ദേശത്തിന്റെ ദുർബല ഭാഗങ്ങൾ ഒറ്റുനോക്കാൻ വന്ന നിങ്ങൾ സ്പൈസാണ്, നിങ്ങൾ ഇവിടെയൊക്കെ ഒറ്റുനോക്കാൻ വന്ന ഒറ്റുകാരാ, ഇവരെ പിടിച്ചകത്തിട്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, യോ യജമാനനെ ഞങ്ങൾ ഒറ്റുകാരല്ല, ഒറ്റ അപ്പൻ്റെ മക്കളാ, ഞങ്ങൾ 12 പേരുണ്ട്, ഒരുത്തൻ വീട്ടിലുണ്ട്, 10 പേര് വന്നിട്ടുണ്ട്, ഒരുത്തൻ ഇല്ല, അവൻ ചത്തുപോയി. ഏമാന് ചിരിയും വരുന്നുണ്ട്. ചത്തുപോയെന്ന് പറഞ്ഞ ഏമാനെ കുറിച്ചാണ്. അവസാനമെല്ലാം ഇവരുടെ കഷ്ടം കണ്ടിട്ട് എല്ലാം കൊടുത്ത് ഒരുത്തരെ പിടിച്ചകത്തിട്ട് ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ പോയിട്ട് വരണം, നിങ്ങളുടെ അപ്പൻ നിങ്ങളൊരു വൃദ്ധൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, അവിടുത്തെ അടിയൻ ജീവിച്ചിരിപ്പുണ്ട്, പൊക്കോ പറഞ്ഞു വിട്ടു. അടുത്ത പ്രാവശ്യത്തെ വരവെങ്കിൽ പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട്,
നിങ്ങളിനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഒരു അനിയൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവനെ കൊണ്ടുവരണം. എങ്കിലേ നിങ്ങൾ പറയുന്നത് നേരാന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഒക്കെ മനസ്സിലായാലോ? ഓ ചെയ്യാവേ. അവനെ പിടിച്ചകത്തിട്ടച്ച് ഒമാരെ കൊടുത്തു വിട്ടു. കൊണ്ടുപോയവർ തിന്ന് തീർക്കും വരെ ഇവൻ്റെ കാര്യം മറന്നുപോയി. തീറ്റിയുണ്ടെങ്കിൽ പലരുടെ കാര്യം മറന്നു പോകും കിട്ടുമോ? അവസാനം ഇനിയും പോകണം. ഒരുത്തൻ കയറി പറഞ്ഞപ്പാ ഇനി ചെല്ലണമെങ്കിൽ ബെന്യാമീനെ കൂടെ കൊണ്ടുപോകണം. അപ്പൻ പറഞ്ഞു അത് മാത്രം പറ്റുകയില്ല, അത് മാത്രം പറ്റുകയില്ല. കാരണം ജോസഫോ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി ബെന്യാമീൻ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ നിങ്ങളെൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ നിൽക്കും. കയറി നിൽക്കുകയാണ് രൂപൻ. അപ്പ ബാലന് പകരം ഞാൻ ഉത്തരവാദി ആയിക്കോളൂ. ഞാനിത് വായിച്ചപ്പോൾ ഓർത്ത് ഇപ്പോഴത്തെ തലത്തൊട്ടപ്പന്മാരെയാണ്. കൊച്ചുങ്ങളെ പിടിച്ച് ജ്ഞാനപ്പെടുത്താൻ പറ്റും. ബാലന് പകരം ഞാനും എൻ്റെ പെമ്പിളയും ഉത്തരവാദികളായിക്കൊള്ളാം. അതിനാ രണ്ടുപേരും തലത്തൊട്ടപ്പനും തലത്തൊട്ടമ്മയും വല്യപ്പനും വല്യമ്മയും കൂടെ നിൽക്കുക. ബാലന് പകരം ഏറ്റു പറയാൻ പുസ്തകത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകണ്ടേ? പ്രായമായതിനു ശേഷം നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിവുണ്ടായതിനു ശേഷം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുവാൻ അറിവായതിനു ശേഷം നടത്താനുള്ളതാ സ്നാനം. ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ സ്നാനം. അല്ലാതെ കുഞ്ഞിനെ പിടിച്ചിട്ട് മുക്കാനൊക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഇവിടെ ആയതുകൊണ്ട് ഞാൻ പറയുന്നു. അല്ല, ഞാൻ തിരുവല്ലായിലെ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ പ്രസംഗിച്ചതാ. സ്നാനം തെറ്റാണ് പരസ്യമായിട്ട്. പിന്നെ കത്തോലിക്കരുടെ പള്ളിയല്ലേ, എന്നെ അവിടെ ക്ഷണിച്ചതാ. അവരുടെ ബൈബിൾ സൺഡേയിൽ അന്ന് ക്ഷണിച്ചത് അന്ന് അവിടെ ഇരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ക്രിസ്റ്റി ബാസ്റ്റൻ അവറുകളാണ്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിന്നുള്ളത് തീർത്തടിച്ചു. യോഗം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ആളുകളെ ക്ഷണിച്ചു. അവർ പലരും പ്രാർത്ഥനയ്ക്കായി വന്നു. എത്ര എണ്ണത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചെന്നറിയാവോ? കന്യാസ്ത്രീമാരൊക്കെ തലയിൽ കൂടെ തുണിയിട്ടുകൊണ്ട് വന്നവർക്കെല്ലാം പ്രാർത്ഥിച്ചാൻ. പക്ഷേ യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ യൗവനക്കാർ വട്ടം കൂടി ഉദ്ദേശിച്ച് പൊക്കണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു ഔസേപ്പ് പിതാവിൽ രക്ഷയില്ല, അമ്മ മറിയമ്മിൽ രക്ഷയില്ല, രക്ഷ ക്രിസ്തുവിൽ മാത്രം എന്ന് തറപ്പിച്ചപ്പോൾ അവർക്ക് തീരെ പിടിച്ചില്ല. അവരെന്നെ പൊക്കാനായിട്ട് അടുത്തു. പിന്നെ അവിടുത്തെ അച്ഛൻ നേരെ നിന്നുകൊണ്ട് ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്ന അങ്ങനല്ല, ഇവിടെ അത് പറഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ നേരെ പറഞ്ഞ സഭ പഠിപ്പിക്കുന്ന എന്താണെന്ന് പറയാൻ അധികാരം എനിക്കാണ്, നിനക്കല്ല, ഇറങ്ങടാ പുറത്തോട്ട്. ഉമ്മാരെല്ലാം കൂടെ ഇറങ്ങുമ്പോൾ അവിടെ പിന്നെ അച്ഛൻ പറഞ്ഞ കേൾക്കും. സകല എണ്ണം കൂടെ പുറത്തു പോയി. ഞാൻ പറഞ്ഞതേ നമ്മുടെ ഇടയിൽ മാത്രമല്ലേ, എവിടെ കിട്ടിയാലും ഉപദേശം പറയണം. ദേ കയറി നിൽക്കുന്നുണ്ടോ? ബാലന് പകരം ഞങ്ങൾ ഉത്തരവാദികളായിക്കൊള്ളാം. കൊണ്ടുപോയി ബെന്യാമീനെ കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 11 കൂടെ വട്ടം വിട്ട് നിന്ന് അവിടെ കിടന്നവനെ കൂടെ ഇറക്കി നിർത്തി. ഇവർക്കെല്ലാം ഭക്ഷണമെല്ലാം ഒരുക്കി കൊടുത്തു, ക്രമപ്പെടുത്തി. പക്ഷേ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇവരുടെ പോയ പോക്കിന് ചില പ്രശ്നങ്ങളുണ്ടായി. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നായകൻ ബെന്യാമീൻ. വായിക്കാൻ നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള ഒരു പാനപാത്രവും, ഒരു പാനപാത്രമല്ല കൊണ്ടുള്ള എന്റെ പാനപാത്രവും, ഇളയവന്റെ ചാക്കിന്റെ വായ്ക്കൽ വെള്ളി കൊണ്ടുള്ള എന്റെ പാനപാത്രവും അവന്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് 11 നിറഞ്ഞു നിന്നുകൊണ്ട് ഒരു തൊഴിൽ തൊഴുതു. യജമാനനെ, ഞങ്ങൾ കള്ളന്മാരല്ല. നിങ്ങൾ കള്ളന്മാരല്ലേ? നിങ്ങൾ ഇവിടുന്ന് എൻ്റെ വെള്ളി കൊണ്ടുള്ള പാനപാത്രം അടിച്ചുകൊണ്ട് പോയി. നിങ്ങൾ കള്ളന്മാരല്ലേ? നോക്കടാ ഓരോരുത്തരെയും. ആ ഓരോരുത്തരെ നോക്കുന്ന നോട്ടം കണ്ടോ? രൂപേൻ്റെ ചാക്ക് അഴിച്ചു. എന്തോ ഉണ്ട് വേണ്ട, ഓരോന്ന് സ്റ്റാച്ചു ആയിട്ടിരിക്കുന്നു. പറഞ്ഞോ ഞങ്ങൾ വിട്ടിരുന്നോളാം. രൂപേൻ്റെ ചാക്ക് അഴിച്ചപ്പോൾ കുറച്ച് കാശുണ്ടെന്ന്, ധാന്യ വില അതിനകത്തുണ്ട്. രൂപൻ ശിമയോൻ്റെ ചാക്കിലോ? എല്ലാവരോടും ഒന്ന് പറഞ്ഞേ. ധാന്യവില. ഗാദിൻ്റെ ചാക്കിലോ? ലേവിയുടെ ചാക്കിലോ? ധാന്യവില. അച്ചായന്മാരുടെ എല്ലാം ചാക്കിൽ ഇന്നുമുണ്ട് ധാന്യവില. കാശ്. അച്ചായന്മാരുടെ എല്ലാം ചാക്കൊന്ന് അഴിച്ചു നോക്ക്. കാശിൻ്റെ അയ്യരുകളിയാണ്. ചില അച്ചായന്മാർ കാശുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുക. കാരണം ക്രൈംബ്രാഞ്ചുകാർ പിടിച്ച് ആകെ ആപ്പിലായിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഒരച്ഛനെ എങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പുന്നൂസ് എന്നാ പുള്ളിയുടെ പേര്. എന്തുവാ? കാശ്, ലക്ഷങ്ങൾ. നിനക്ക് കാശ് തരാത്ത ദൈവം എത്ര നല്ലവൻ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വോത്രം ചെയ്തേ. ഞാൻ
അയ്യ, കാശില്ലാത്തതുകൊണ്ടാണോ സ്വോത്രം വരാത്തത്? കാശില്ലാത്തത് കൊണ്ട് സ്വോത്രം ചെയ്യാൻ ഉറക്കെ, അതാ ശരി. എനിക്ക് ഉറക്കം വരും, കാരണം എൻ്റെ കാശില്ല. നാളത്തെ കാര്യം എങ്ങനെ എന്നുള്ള ചിന്ത വരുമ്പോൾ എൻ്റെ അകത്തൊരു വാക്യം ഉദിക്കും. നാളെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട, അതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. ദൈവം നമുക്ക് ആവശ്യമുള്ളത് മുന്നതേ കരുതി വച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ വന്ന വഴികളൊക്കെ നിങ്ങളൊന്ന് നോക്ക്. നാളത്തേക്ക് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ നിവൃത്തിയില്ലാതിരുന്ന കാലങ്ങളൊക്കെ ഓർത്ത് നോക്കി. ഞാൻ കമന്ന് കിടന്നാണ് പഠിച്ചത്. കമന്ന് കിടന്ന് ഒരു പായ എടുത്തിട്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് കമന്ന് കിടന്ന്. ഞങ്ങളുടെ വീട്ടിൽ കസേരയില്ലായിരുന്നു, മേശയില്ലായിരുന്നു. പകർത്തെഴുതിയത് കമന്ന് കിടന്ന് പകർത്തെഴുതി ആ വിളക്കിൻ്റെ കറുത്ത പുകയും കൂടെ എൻ്റെ ഈ കറുത്ത ശരീരത്തോട്ട് അടിച്ച് എന്നെ അന്നേ ഇങ്ങനെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുക. എത്ര സൗഭാഗ്യം. കിട്ടിയ കഞ്ഞിയും കുടിച്ച് വെച്ച് കിടന്ന് കാണുന്നതിന് മുമ്പ് ഉറങ്ങുമായിരുന്നു. ഇപ്പം ഫാനും ഇട്ട് ചിലടത്ത് AC ഇട്ട് കിടന്നിട്ട് നിനക്കെന്താ ഉറക്കം വരാത്തത്? കാശിൻ്റെ ചിന്തയാണ്. അച്ചായന്മാരുടെ എല്ലാം ചാക്കിനകത്ത് പണം 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 പണം. ആരിലത് കാണുമോ അവർ അടിമകൾ. ഞങ്ങൾ മൊത്തം അങ്ങേക്ക് അടിമയായിരുന്നു കൊള്ളാം. ജോസഫ് ഇറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഒന്നും അടിമയാകണ്ട. ആരുടെ ചാക്കിൽ പാനപാത്രം കാണുന്നോ അവൻ അടിമയാകും. പരസ്യം ചെയ്തു. ലാസ്റ്റിലാ കൊച്ചൻ്റെ അഴിച്ചത്. അവൻ ഇങ്ങേറ്റം നിൽക്കുക. ലാസ്റ്റിലത് അഴിച്ചപ്പോൾ പണവുമുണ്ട്, പാനപാത്രവുമുണ്ട്. പാനപാത്രം ഇതിനകത്തിരിഞ്ഞ് ചിരിക്കുന്നു. അച്ഛാ, ഞാൻ അതിനകത്താ. അച്ചായന്മാരെല്ലാം കൂടെ മൂക്കത്തെ വിരൽ വെച്ച് എവനെ വിളിച്ച വിളി ഞാൻ പറയാം, കള്ള, നീ വന്നപ്പോ തന്നെ മോട്ടിച്ചല്ലോടാ കള്ള. എടാ കള്ള. വട്ടമിട്ട് നിന്ന് കള്ള എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ജോസഫ് അറിഞ്ഞാ നിന്റെ പാനപാത്രം, നിന്റെ ചാക്കിനകത്ത് പാനപാത്രം വന്നത്. കരയരുത്, കരയരുത്, ഹൃദയത്തിൽ കരച്ചിൽ വരരുത്. ഉറക്കെ പറയണം, എൻ്റെ പാനപാത്രം ഇതിനകത്ത് വന്നത് ജോസഫ് അറിഞ്ഞു തന്നെയാ. ഹല്ലേലൂയ. എല്ലാവരുടെ കള്ളാന്ന് വിളിച്ചാലും നിന്റെ അച്ചാച്ചൻ ഇവിടെ നിൽക്കുന്ന ജോസഫ് നിന്നെ കള്ളാന്ന് വിളിക്കത്തില്ല. അവൻ അറിഞ്ഞാണ് നിന്റെ പാനപാത്രം. അവന്റെ പാനപാത്രം നിന്റെ ചാക്കിന്റെ വായ്ക്കൽ മാത്രം. ഇന്ന് പകൽ ഓർത്തുകൊള്ളൂ, ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതയുടെ പാനപാത്രങ്ങൾ കയ്യിൽ വരും. കരയരുത്, പാടണം. CID മറ്റുമൊക്കെ പെട്ടെന്ന് ആ ചങ്ങലയും കൊണ്ട് വന്നത്. എന്തിനാ? കള്ളനെ ബന്ധിച്ചകത്താക്കണം. ചങ്ങലയും എടുത്തുകൊണ്ട് കൈക്ക് ബന്ധനമിടുവാൻ പോരാട്ടം കൊണ്ട് വന്നവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജോസഫ് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, പുറത്തു പോകുവീൻ. ആരാ പുറത്തു പോകേണ്ടത്? മിസ്രൈമർ. ബന്ധിക്കാൻ വന്നവൻ, കൊല്ലാൻ നിൽക്കുന്നവൻ, അകത്തിടാൻ നിൽക്കുന്നവൻ. അവനോടാ വിളിച്ചു പറഞ്ഞു, പുറത്തു പോകുവീൻ. സകലയെണ്ണം ഓടി ഓടിച്ച്. കാരണം ഇന്ന് വരെ ജോസഫ് ഇത്രയും ശക്തിയോടെ കൽപ്പിച്ചത് അവർ കേട്ടിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് പതുക്കെ കള്ളാന്ന് വിളിച്ചവൻ്റെ മുമ്പിലും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ്റെ മുമ്പിലും കുപ്പായത്തിൻ്റെ ബട്ടൺ അഴിച്ചിട്ട് വിളിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛാ, ഞാൻ ജോസഫാണ്. ഇതുവരെ പറഞ്ഞ ഭാഷ മിസ്രൈമിലെ ഭാഷയായിരുന്നു. ഇപ്പോഴാണ് സഹോദരന്മാരുമായി ഒരുമിച്ച് സംസാരിക്കുന്ന തങ്ങളുടെ തനതായ ഭാഷ ഉപയോഗിച്ച് പറയുക, അച്ഛാ, ഞാൻ ജോസഫാണ്. ഇത് പറഞ്ഞത് ഇവൻ പൊട്ടിക്കരഞ്ഞു ഒരുപോലെ. കരയേണ്ടത് ഇവരാ. ഇവർക്ക് പകരം കരയുവാൻ ജോസഫ് നിൽക്കുക. അച്ഛാ, ഞാൻ ജോസഫാ. ഇവര് കണ്ണുമിഴിച്ചു നോക്കി, അതെ, നിങ്ങൾ മിസ്രൈമ്യർക്ക് വിറ്റുകളഞ്ഞ ജോസഫാ ഞാൻ. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ഇന്നെന്ന പോലെ അനേകർക്ക് വേണ്ടി ജീവരക്ഷ വരുത്തുവാൻ എന്നെ ദൈവം നിങ്ങൾക്ക് മുമ്പേ ഇവിടേക്ക് അയച്ചതാണ്. നമുക്ക് മുമ്പേ അയക്കപ്പെട്ട ഒരുത്തനുണ്ടക്കരെ. കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചെന്ന് കയറുമ്പോൾ ഉറക്കെ നമുക്ക് വേണ്ടി ഉച്ചരിക്കുവാൻ കഴിവുള്ള ഒരുത്തൻ, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായവർ എന്ന് വിളിച്ചു പറയുവാൻ. ആരിവർ ആരിവർ എന്ന് ചോദിക്കുമ്പോൾ യജമാനൻ അറിയുന്നുവല്ലോ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് മൂപ്പന്മാരെ നോക്കിക്കൊണ്ട. പക്ഷെ നമ്മെ അറിയുന്ന ഒരുത്തൻ അവിടെ നിന്നുകൊണ്ട് പറയും, എന്റെ ചങ്കിലെ ചോരയാൽ ഞാൻ വീണ്ടെടുത്ത എന്റെ സഭ. ഹല്ലേലൂയ. ഞാൻ വീണ്ടെടുത്ത എന്റെ സഭ. ദൂതന്മാർ നോക്കി നിൽക്കവേ നമ്മെ മാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകല എണ്ണവും ഓടി ഒളിച്ചപ്പോൾ
മിസ്രൈമരുടെ മുമ്പിൽ വെച്ചല്ല ഇവരെ പരിചയപ്പെടുത്തിയത്. അവരെല്ലാം മാറ്റിയിട്ടിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ജോസഫാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരൊഴുക്കി കള്ളനെന്ന് വിളിച്ച വിളി കേട്ടോണ്ട് നിന്നവനെ കെട്ടിപ്പിടിച്ച് ആ ചുണ്ടുചുംബനങ്ങൾ പലത് അവൻ്റെ മുഖത്തോട്ട് അർപ്പിക്കുമ്പോൾ അവൻ്റെ അമ്മ റാഹേൽ, അവൻ്റെ സഹോദരൻ, അവൻ്റെ അപ്പൻ ഇതൊക്കെ ചേർത്ത് വെച്ചാ ഈ ചുംബനം കൊടുക്കുന്നത്. വിളിച്ചു പറയാം, മോനെ നീ ഞാനും ഒരമ്മയുടെ മക്കളാടാ, നിന്റെ അച്ചാച്ചനെ ഞാൻ അറിഞ്ഞാടാ ഈ പാനപാത്രം ഇട്ടത്, ഞാൻ അറിഞ്ഞിട്ട പാനപാത്രമാ. എന്തിനാ നിന്നെ മടക്കി ഇവിടെ കൊണ്ടുവരുവാൻ. ഇന്ന് പകലിൽ ഇതിന്റെ പൊരുൾ അറിഞ്ഞവർ മാത്രം കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഷ്ടതകൾ പലത് വരുമ്പോൾ ആ അറിഞ്ഞിട്ട പാത്രമാണെന്ന് അറിഞ്ഞോണം. ആ അറിഞ്ഞിട്ട പാത്രമായത് അവൻ അറിയാതെ നിന്റെ ചാക്കിനകത്ത് ഈ പാനപാത്രം വന്നിട്ടില്ല. അവൻ അറിഞ്ഞാണ് ഈ പാനപാത്രം ഇട്ടിരിക്കുന്നത്. കഷ്ടതയുടെയും നെടുവേർപ്പിന്റെയും പട്ടിണിയുടെയും ഓക്കയുടെയും നിനക്ക് വേണ്ടി കരുതി നിന്നെ ആരാക്കണമെന്നറിയാം. അതിനായി പാനപാത്രം ഇട്ടത്. പാനപാത്രം ഇട്ടതിന്റെ ഗുണം നോക്കണം. താഴോട്ട് വായിച്ചു വരുമ്പോ അവിടെ വായിക്കുന്നത് ഈ ഇവന്മാരെല്ലാം പിന്നെ ഒരുമിച്ച് പന്തിക്കിരുത്തിയത് മാത്രമല്ല, ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, ഡ്രസ്സ് കൊടുത്തു. സാറേ അത് ഇച്ചിരി ഒന്ന് വായിച്ചതാണ്. 10 മുതൽ വായിക്കട്ടെ. അതിനവൻ 44:2 ശേഷം നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്ര അയച്ചു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുമ്പ് യോസേഫ് തന്റെ ഗൃഹവിചാരകനോട്, എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക. ഒപ്പം എത്തുമ്പോൾ അവരോട്, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത്? അതിലല്ലയോ എന്റെ യജമാനൻ കുടിക്കുന്നത്? അതിനാലല്ലയോ ആ ലക്ഷണം നോക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തത് ഒട്ടും നന്നല്ല എന്ന് പറക എന്ന് കൽപ്പിച്ചു. എന്നിട്ട് 45 അധ്യായം എടുത്തേ 22 വാക്യം. 45:22 പിടിച്ചോണ്ട് വരുന്ന അവരിൽ ഓരോരുത്തരും ഓരോ വസ്ത്രവും, ബെന്യാമിനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അങ്ങനെ തന്നെ അവൻ തന്റെ അപ്പന് 10 കഴുതപ്പുറത്ത് മിസ്രൈമിലെ വിശേഷ സാധനങ്ങളും 10 പെൺകഴുതപ്പുറത്ത് വഴിച്ചെലവിന് ധാന്യവും ആഹാരവും കയറ്റി അയച്ചു. ഇവരെ തിരിച്ചു വിളിച്ചിട്ട് തന്നെത്താൻ വെളിപ്പെടുത്തുന്നതിന് മുമ്പേ ഇവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിരുന്നു. അവിടെ അവരറിഞ്ഞില്ല. പന്തി ഭോജനം ഒരുക്കിയിരുന്നെന്ന്. അവിടെ ചെന്ന് എല്ലാവരോടും ഇരിക്കുമ്പം ഈ സംഗതികളൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞ് അവിടെ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം മിസ്രൈമ്യർക്ക് ഉണ്ടാക്കുന്ന, വിശേഷിച്ച് രാജഭോജനം അന്യർക്ക് കൊടുക്കത്തില്ല, അന്യരുമായി ബന്ധപ്പെടുത്തത്തേ ഇല്ല. പക്ഷെ ഇവരുടെ കൂടിയിരിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തിട്ട് രാജാവിൻ്റെ ഭോജനത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഔസേപ്പിൻ്റെ ഭോജനത്തിൽ നിന്ന് രൂപേനെ ഇങ്ങോട്ട് വിളിച്ചാ പാത്രം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒന്ന് കോരി, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് മിസ്രൈമിലെ പ്രത്യേക ഭക്ഷണമാണ്. ഓരോരുത്തർക്കും ഓരോ പങ്ക് അങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിച്ചോണം. ജോസഫ് ബെന്യാമിൻ്റെ പാത്രം കൈ വന്നപ്പോൾ എണ്ണം തെറ്റിപ്പോയി. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ്റെ ഓഹരി 5 ഇരട്ടിയായിരുന്നു. 1 കോരിയിട്ടു, 2 കോരിയിട്ടു, 3, 4 പാത്രം നിറഞ്ഞത് അറിയുന്നില്ല. അവൻ്റെ മുഖത്ത് നോക്കി കോരി അങ്ങ് ഇടുക. നിന്റെ പാത്രം നിറയുവോളം കോരിയിടുവാൻ, നിന്റെ പാത്രം നിറയുവോളം കോരിയിടുവാൻ അവസരമായി വന്നിരിക്കുകയാണ്. മറ്റാർക്കും അറിയാത്ത നന്മകൾ നിന്റെ പാത്രത്തിനകത്ത് പകരുവാൻ സ്വന്തം നിന്റെ സ്വന്തം ജ്യേഷ്ഠനായി ഇവിടുത്തെ ഭരണാധിപൻ അറിയണം. രക്തം തന്ന് വീണ്ടെടുത്തവനാ ഭരണാധിപൻ അറിയണം. അവൻ നിനക്ക് കോരി തരുമ്പോൾ മറ്റുള്ളവർ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും പറയാനൊക്കത്തില്ല. എന്നെ അതിശയിപ്പിച്ച ഭാഗം മറ്റൊന്നാണ്. അതെന്താ? ഇവർക്കെല്ലാം ഉടുപ്പുണ്ടാക്കിയിരുന്നു. മുൻകരുതലായിരുന്നു വരുന്നത്. മുൻനിർണയം എന്നൊക്കെ പറയും. യവന്മാരെ തിരിച്ചു കൊണ്ടുവരണമെന്നും യവന്മാർക്ക് വേണ്ടി ഇന്നയൊക്കെ ചെയ്യണമെന്ന് ഇവിടെ വെച്ചേ പറഞ്ഞില്ല. പോയ പോക്കിന് തിരിച്ചു വരുത്തി. അതിനു മുമ്പ് ഇവിടെ ഓർഡർ കൊടുത്തു. രാജാവിൻ്റെ ടൈലർ വിഭാഗത്തിന് പ്രത്യേകം പറഞ്ഞു, ഓരോരുത്തരുടെ അളവ് എടുത്ത് എല്ലാവർക്കും സൂട്ട് പ്രത്യേകം തയ്പ്പിച്ചോളാൻ പറഞ്ഞു. എല്ലാവർക്കും സൂട്ട്. രൂപേൻ്റെ അളവ് അവരെ കണ്ണുകൊണ്ട് കണ്ടുപിടിച്ചെന്നേ. ഇവർക്കെല്ലാം അളവ് പിടിച്ച് ഇളയവന്
ഒരു 5 സൂട്ട് ഉണ്ടാക്കിയേക്കാം. എത്ര? 5 സൂട്ട് അവൻ്റെ പാകത്തിന്. എൻ്റെ കാരണം ഉടുപ്പ് വലിച്ചു കീറിയ കാലത്ത് അവനില്ലായിരുന്നു ആ കൂട്ടത്തിൽ. നിനക്കൊക്കെ വലിച്ചു കീറിയ നിനക്കൊക്കെ ഓരോന്നേ തരൂ. പങ്കുകൂടാൻ നിൽക്കാത്തവന് 5 5 5. ഇഷ്ടം പോലെ ഉടുപ്പ്. ഈ ഓഹരി മാത്രം, ഭക്ഷണം മാത്രമല്ല, വസ്ത്രവും. ഹല്ലേലൂയ. പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. പണ്ടാന്നേ, ഇപ്പം ആരും പാടുന്നുമില്ല, സമയത്തിന് എഴുന്നേൽക്കുന്നുമില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. ആ സമയത്ത് ആ സീരിയല്. കർത്താവും പറഞ്ഞു ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കണം. കാശ് മതിയെന്ന് വെക്കത്തില്ല, എത്ര കിട്ടിയാലും മതി. എന്നാ ഉണ്ണാനും കൊടുക്കാനോ മതി. 18 സാരി മടക്കി വെച്ചിരിക്കുന്നു, ഒന്നല്ലേ ഇട്ടോട്ട് വന്നുള്ളൂ. എന്തായിരുന്നു എല്ലാം കൂടെ 5-6 ചുറ്റിക്കൊണ്ട് തൂറ് പൊലിഞ്ഞു വരാഞ്ഞ്? ഒന്നേ ചുറ്റത്തുള്ളൂ. ഒന്ന് ഊണ് അങ്ങോട്ട്. പണ്ടത്തൊക്കെ ഊണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പണ്ടത്തെ ഊണ് കഴിച്ചിട്ടുള്ളവരാ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഉണ്ണാനും അറിയത്തില്ല. എവിടെ ഇരിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിന് തിന്നാൻ അറിയത്തില്ല. ചിലർ പോയിക്ക് പറയും നിനക്കെന്തോ അറിയാം, തിന്നാനറിയാം. തിന്നാനറിയത്തില്ല. തിന്നാനറിയാം എന്ന് ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് നമ്മുടെ സദ്യയിൽ ആദ്യം ഉപ്പ് വിളമ്പുന്നത്? അറിയാമോ? അറിയത്തില്ല. അങ്ങനെയുള്ള സദ്യ ഉണ്ടിനുണ്ടോ? ഇല്ല. പിന്നെ ആകെ എന്താ? ആരാണ്ടെങ്ങാണ്ടുണ്ടാക്കിയ ബിരിയാണി. അവന് 15 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയ പ്രാക്ടീസിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ ജലം എടുത്ത് ചൂടാക്കി കഴിഞ്ഞിട്ട് തരിക ബിരിയാണി. ഞങ്ങളുടെ കൊടിത്തോട്ടം പറയുന്നത് തുപ്പല് ബിരിയാണി എന്നൊക്കെയാണ്. ഉണ്ടാക്കി തരിക തിന്നാൻ. നമ്മുടെ സദ്യ എന്ന് പറഞ്ഞാൽ സദ്യ ആയിരുന്നേ. അത് നാക്കല അങ്ങോട്ട് മടക്കിയിട്ടാൽ വെട്ടലവാക്കിന് മീന്, നാക്കലവാക്കിന് ഇറച്ചി, ഇതിനിടയ്ക്ക് ബാക്കി സാധനങ്ങളൊക്കെ പച്ചടി 1-2 ഉണ്ടാക്കി വെക്കേണ്ടത്. എന്തിനാ ഉപ്പ് വിളമ്പുന്നതെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. തിന്നാനിരിക്കുന്നവർ എന്തെങ്കിലും ഇല്ലായ്മയ്ക്ക് പോരായ്മയ്ക്ക് അല്ല. ഉപ്പ് വിളമ്പിയല്ല, അതിൻ്റെ അർത്ഥം തൈര്, പഴം, പഞ്ചസാര ഇതിന് പുറകിലുണ്ടെന്നാണ്. ആ സമയത്ത് അവനെ കൂടെ ചേർത്തൊരു പിടിപിടിക്കേണ്ടത്. അല്ല തിന്നാനറിയാന്ന് പറഞ്ഞാൽ ഒരു ചുക്ക് പുണ്ണാക്കും അറിയത്തില്ല. പിന്നെ അന്നങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് ഇട്ടാൽ ഇലയൊന്ന് പിടിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കുടഞ്ഞങ്ങോട്ട് ഇടുമ്പോൾ ഒന്ന് നിരത്തി പിടിച്ച് എരിശ്ശേരി, പിന്നെ പുളിശ്ശേരി, പിന്നെ സംഭാരം വരുന്നതിന് മുമ്പ് തൈര്, പഴം, പഞ്ചസാര, വേണമെങ്കിൽ ഇതിനിടയ്ക്ക് സംഭാരം, ഇല്ലെങ്കിൽ വേണ്ട. ഒരു തകർപ്പുണ്ട് തീറ്റി. ഇന്ന് തിന്നാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പണ്ട് ഈ പാട്ടുണ്ടായിരുന്നേ, അന്നവസ്ത്രാദികൾ. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിലും മതി. ചോറിടുമ്പോഴാണ് മതി എന്ന് പറയുന്നത്, അല്ലാതെ ആരും മതി എന്ന് പറയത്തില്ല. കാശ് തരുമ്പം മതിയോ? ബാക്കിയുള്ള ഞാൻ ഉണ്ടാക്കിയുള്ളൂ, ഞാൻ ഇത്രയും തന്നല്ല. അപ്പോഴും അലാഹമാണ്. ചോറോ കുടഞ്ഞ അയ്യോ മതി 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 മതി. കർത്താവ് അങ്ങനാ ചെയ്തത്. വന്നവർക്കെല്ലാം ആഹാരം കൊടുക്കരുത്, മതി. തൃപ്തിയായി 12 വട്ടം തിറച്ചെടുത്തു. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കണം. ഇഷ്ടം പോലെ വസ്ത്രം, 5 വസ്ത്രം. ആ 22-ാം വാക്യത്തിൽ വായിച്ചത് അവനൊരു 300 വെള്ളിക്കാശും കൂടെ കൊടുത്തു. ആർക്ക്? 45-ന്റെ 22 ഒന്നുകൂടെ വായിച്ചേ സാറേ. ബെന്യാമീനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. 5 വസ്ത്രവും കൊടുത്തു, 300 വെള്ളിക്കാശും കൊടുത്തു. ഇനി അല്പം തലയൊന്ന് ഉയർത്തണേ. അതെന്തിനാ ഇവന് മാത്രം കാശ് കൊടുത്തത്? എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുത്താൽ പോരെ? ആർക്കെങ്കിലും ഒരു ഉത്തരം പറയാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നില്ല, മറന്നുപോയി. ഉത്തരം പറയുന്നവർക്ക് അതൊരെണ്ണം തരാമായിരുന്നു. പക്ഷേ ഇനിയിപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് പറയണം, അദ്ദേഹം എന്നെ അറിയിച്ചാൽ ഞാൻ കൊടുത്തുവിടാം. ആ മോതിരം കണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കൊടിത്തോട്ടോ അവതാരികയൊക്കെ എഴുതിയിരിക്കുന്നു. അതുപോട്ടെ, ആർക്കെന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? എന്തിനാ ഇവന് മാത്രം കാശ് കൊടുത്തേ? എന്തോ ആരാ ഇവനെ വിറ്റെന്ന് അങ്ങനെ വാക്യമുണ്ടോ? എത്ര വെള്ളിക്കാശിനാ വിറ്റത്? അല്ല, കാശിൻ്റെ കാര്യം പോലും അറിയത്തില്ല. ഇങ്ങോട്ട് കേട്ടെ, ഇവർ 10 പേര് പണ്ട് 20 വെള്ളിക്കാശിന് അവനെ വിറ്റതാ. ആ വിറ്റ കൂട്ടത്തിൽ 10 പേര് 2 വെള്ളിക്കാശ് പകുത്ത് പോക്കറ്റിലിട്ടു. അന്ന് കാശ് അച്ചാച്ചന്മാരുടെ പോക്കറ്റിലായിരുന്നു. ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. ഇവർ ആടുതീറ്റുമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവൻ ചെന്ന് അച്ഛാ 10 പൈസ തരാം, അച്ഛാ എനിക്ക് തരാം, അച്ഛ എൻ്റെ പൈസ ഇല്ല, അച്ഛാ 10 പൈസ തരാം, അച്ഛാ 10 പൈസ തരാമെന്ന് ചോദിച്ച ഈ കുഞ്ഞ്
അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഒറ്റ പൈസയും കൈപ്പറ്റിയില്ല. കാശില്ലാത്ത നിന്നെ തക്ക സമയം വരുമ്പോൾ കൊണ്ട് നിർത്തി ആണുങ്ങളുടെ മുമ്പിൽ വെച്ച് കാശ് തരും. ഹല്ലേലൂയ. അന്ന് അവന്മാർക്ക് കിട്ടിയത് ഈ 2 വെള്ളിക്കാശാ. ആളൊന്നൊക്കെ ഈ 2 വെള്ളിക്കാശ്. അതവിടെ കിടക്കട്ടെ. കിടന്ന് പലിശയുടെ പലിശയും അപ്പുറത്തെ പലിശയും കൂടെ കൂട്ടുപലിശയും കൂടെ കൂട്ടി അച്ചാച്ചന്മാരുടെ മുമ്പിൽ വെച്ച് 300 വെള്ളിക്കാശ് വാരി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവന്മാരല്ല ഇനി കാശ് വേണമെങ്കിൽ തിരിഞ്ഞ് ഇവൻ്റെ അടുത്ത് വരണം. മക്കളെ മോനെ കാശുണ്ടെങ്കിൽ ഏതവനും കയറി മോനെ വിളിക്കും. മക്കളെ മക്കളെ നീ അങ്ങനെ മീനേന്നൊന്നും വിളിക്കണ്ട, എൻ്റെ പോക്കിന് പോകും. 300 വെള്ളിക്കാശ്. ഇന്ന് കാശില്ലെന്ന് വിചാരിച്ച് ആരും വിഷമിക്കുകയും ചെയ്യരുത്. ജീവനുള്ളവരുടെ ദേശത്ത് ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. നീ ദേശത്ത് വെച്ച് തന്നെ നന്മ കണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇവിടെ വെച്ച് തന്നെ നന്മ കാണും. നീ നിന്റെ സന്തതി നന്മ അനുഗ്രഹവും പ്രാപിച്ചേ പോകത്തുള്ളൂ. ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് പഠിക്കണം. 300 വെള്ളിക്കാശ് ഏറ്റുവാങ്ങുമ്പോ അവൻ അറിഞ്ഞില്ല ഇത് അച്ചാച്ചനെ പണ്ട് ഇവര് വിറ്റ കാശിന് പകരം എനിക്ക് കിട്ടിയതാണ്. വിറ്റ കാശ് 2 ഉള്ളൂ നിനക്ക്, നിന്റെ ഓഹരി. ഇവന് വിൽക്കാത്തവന് കിട്ടിയത് 300 വെള്ളിക്കാശ്, 5 ഉടുപ്പ്, 5 ഓഹരി, ഇഷ്ടം പോലെ യവനെയാ നായകനാക്കിയത്. കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും നായകനാക്കുവാനായി മുൻകരുതൽ ക്രമപ്പെടുത്തിയത് കൊണ്ടാ കഷ്ടതയുടെ പാതകളിൽ കൂടെ നിന്നെ കടത്തിവിട്ടത്. എന്തിനു വേണ്ടി നിന്നെ കടത്തിവിട്ടു? എന്തിനു വേണ്ടി നിന്നെ ഇങ്ങനെ ആക്കി രൂപപ്പെടുത്തി? വൈകിട്ട് അമ്മ വരുന്നത് നോക്കിയിരുന്നൊരു കാലമുണ്ട്. വല്ലവരുടെ അയ്യത്തും പറമ്പത്തും പണിയെടുത്ത് അവിടെ കിട്ടുന്ന ഭക്ഷണം കുറച്ച് കഴിച്ച് ബാക്കി വട്ടയിലക്കകത്ത് പൊതിഞ്ഞ് പടിയിൽ വെച്ച് എൻ്റെ കുഞ്ഞ് പള്ളി കൊടുത്തിന്ന് വരുമ്പോൾ അവന് കൊടുക്കാനൊന്നുമില്ലെന്ന് കൊണ്ടുവന്നത് 5-6 പിള്ളേർക്ക് വേണ്ടി ഓരോ പിടി വാരിക്കൊടുക്കുമ്പോൾ 2 കൈയിൽ നീട്ടി അമ്മയുടെ വാക്ക് വാങ്ങിച്ചിരുന്ന കാലം ഓർമ്മയുള്ളവർ ഇതിനകത്തുണ്ടെന്ന്. ഇന്ന് നീ ആയിരങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുവാൻ ദൈവം നിന്നെ ആക്കി വെക്കേണ്ടതിന് വേണ്ടി ആ വഴിയെ കൂടെ നടത്തിക്കൊണ്ടുവന്നാണെന്ന് ഇന്ന് പകലിൽ ആലോചിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അകന്നിറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ മതി. കരങ്ങൾ തട്ടി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും. ഇന്ന് നോക്കിക്കോ, പലയിടങ്ങളിലും പണ്ടേ പാവിരിക്കാനും പന്തലിടാനും മാത്രമേ ഇസാക്ക് സഹോദരനൊക്കെ ആ പന്തലങ്ങനെ കുഞ്ഞു സഹോദരൻ പായൊക്കെ ഒന്ന് വിരിക്കേ. പ്രസംഗിക്കാനോ ആരും കൊള്ളുകയല്ല. പ്രസംഗർ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളറിയാം. പിന്നെ മൈക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് ആ പിള്ളേരെ കൊണ്ടൊരു പാട്ട് പാടിക്കും. അതിന് അവരവിടെ എല്ലാം തൂത്തത് കൺവെൻഷൻ പന്തലിൻ്റെ തറയിൽ. അവരുടെ അമ്മയൊക്കെ നല്ല പാട്ട് അവർ കൊയ്ത്തിനൊക്കെ പാടി പഠിച്ചു. അവർ നല്ലതായിട്ട് പാടും. കൊയ്ത്ത് പാട്ട് മാത്രമല്ലടോ, സ്തുതിഗീതങ്ങൾ പാടാൻ ദൈവം ഞങ്ങളുടെ നാവിൻ്റെ അറ്റത്ത് തന്നു. ഏതടത്തും നോക്കിക്കോ ചെറിയവനെന്ന് പറഞ്ഞ് വിട്ടവനെ പലതിനെ തമ്പുരാൻ പൊക്കിയെടുക്കുക. ഇന്ന് അടക്കം പിടിച്ച് കൈവച്ചിരിക്കല്ലേ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീൻ. നിന്നെ വലിയവനാക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ആണുങ്ങളുടെ മുമ്പിൽ നിർത്തി നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അച്ചാച്ചന്മാരുടെ മുമ്പിൽ നിർത്തി നിന്നെ മാനിക്കും. ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ നിർത്തി നിന്നെ മാനിക്കും. സ്നേഹിതരുടെ മുമ്പിൽ നിർത്തി നിന്നെ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും അനിൽ കൊടിത്തോട്ടത്തെ ഓർത്ത് സ്തോത്രം ചെയ്യും ദൈവത്തിന്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ എന്തെങ്കിലും ഒരു ഭാഗം ഒരു വാഗ്വാദം വന്ന് അല്പം ഒന്ന് കേട്ടിട്ട് ഞാൻ കിടക്കൂ. പുതിയത് വല്ലതും ഇറക്കി വിട്ടോന്ന് പറയുന്നതൊക്കെ പഴയത് തന്നെ ആണെങ്കിലും അതിനകത്തൊരു പുതുമ ഉണ്ടാക്കി വെക്കും പുള്ളി. ഞാൻ സ്തോത്രം ചെയ്യുന്നു. പുള്ളിയുടെ അമ്മയെ ശവം അടക്കിയതൊക്കെ ഞാനാണ്.
അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ തന്ന് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു മകനെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എൻ്റെ മക്കളുടെ മൂത്തവളേക്കാൾ പ്രായക്കുറവാണ് പുള്ളിക്ക്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഒടുങ്ങിപ്പോയ ആളുകളായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവർ. എം അക്ബർ എന്ന് പറയുന്ന ഒരുത്തൻ എന്നെയും വന്ന് വെല്ലുവിളിച്ചതാണ്. പന്തളത്തുനിന്ന് 2 സ്നേഹിതർ എൻ്റെ വീട്ടിൽ വന്നു. സാറേ, നിങ്ങളുടെ പുസ്തകത്തെക്കുറിച്ച് പറയാൻ ആരുണ്ടെന്ന് ഞങ്ങൾ തിരക്കിയപ്പോൾ സാറിൻ്റെ പേരാണ് പലരും പറയുന്നു. ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? ഒരു സ്നേഹ സംവാദം. ഞാൻ ചോദിച്ചു ഞാനെന്താ വേണം? നിങ്ങളവിടെ വന്ന് നിങ്ങളുടെ ബൈബിളിലുള്ളത് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് എം അക്ബർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഇവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു വരാം, കർത്താവിനെക്കുറിച്ച് പറയാൻ ഞാൻ റെഡി. പന്തളത്ത് അവരുടെ പള്ളിയിൽ എന്നെ വിളിച്ചതാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് ചോദിച്ചു. ആരോടാ? പ്രാർത്ഥിക്കാനല്ല ചെയ്തത്. എൻ്റെ സ്നേഹിതൻ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ വിളിച്ച് ഞാൻ ചോദിച്ചു, ബ്രദറെ ഇന്ന പോലൊരു പരിപാടി വന്നിട്ടുണ്ട്. എന്നെ വിളിച്ച് എന്നോട് ഉടനെ ചോദിക്കുക എന്താ പറഞ്ഞു മറുപടി? ഞാൻ പറഞ്ഞു ചെല്ലാൻ വന്നിട്ട് പോകരുത്, പോകരുത്. ഞാൻ ചോദിച്ചു എന്താ? അതേ, അവന്മാർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതലാണ്. നമ്മളെ വിളിച്ച് കളിയാക്കാനാണ് ഇവരെന്നെ വിളിച്ചതാ പണ്ട്. ഞാൻ നിന്നടുത്ത് ഇവർ പിന്നെ വല്ലാതെ പ്രശ്നങ്ങളൊക്കെ ആക്കി. ഇവർ നമ്മൾ വാക്കുവാദം നമ്മളെന്തോ പറഞ്ഞാലും അവരുടെ ആളുകൾ ചോദ്യം ചെയ്യും, അത് തിരിച്ചു വരും. ചുരുക്കി പറഞ്ഞാൽ വേണ്ടി വന്ന കയ്യേറ്റം വരെ ചെയ്യും അവർ. അതുകൊണ്ട് ബ്രദർ പോകരുത്. ഞാൻ ചോദിച്ചു ഞാൻ വാക്ക് പറഞ്ഞു പോയി പിന്നെ എങ്ങനെയാ? അപ്പം അദ്ദേഹം പറഞ്ഞത് അവരോട് പറ കോട്ടയത്ത് വരാൻ പറ. കോട്ടയത്ത് നമ്മൾ ഗ്രൗണ്ട് കൊടുക്കാം. അവർക്ക് പറയാനുള്ളത് അവിടെ കൊടുക്കാൻ പറ, ഞാനും വരാം, നമുക്കൊരുമിച്ച് പയറ്റാമെന്ന് പറഞ്ഞു. ദൈവാധീനത്തിന് 2 പ്രാവശ്യം വന്നല്ലാതെ 3ാമത് ഡേറ്റിൽ ഇവർ വന്നില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അവർ വന്നില്ല, അന്ന് ഏതോ പ്രശ്നമായത് അതിന് ക്യാൻസലായി. ഇന്ന് ആ സ്ഥാനത്ത് കൊടിത്തോട്ടം കയറി അടിക്കുന്ന അടി എൻ്റെ പൊന്നെ, വേൾഡ് കംപ്ലീറ്റുള്ള സകല മുസ്ലിമും ഇത് കേൾക്കേണ്ടതാണ്. എന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഒരുത്തനെ കൊണ്ട് ഇതുവരെ ഒത്തില്ല. വെല്ലുവിളിക്കുക, നിന്നുകൊണ്ട് വെല്ലുവിളിക്കുക, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്. ഇപ്പം പലരും വന്ന് പുള്ളിയുടെ ഇൻ്റർവ്യൂ എടുക്കുക. ജനിച്ചതെവിടാ, അമ്മയുടെ പേരെന്തുവാ? നല്ലൊരുത്തിന് അമ്മയുടെ ഫോട്ടോ കൊണ്ട് അങ്ങിട്ടു. കാരണം കറുത്തൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഇപ്പം വന്നതെന്നറിയാം. എടാ നിങ്ങൾ ഇങ്ങനെ എന്തിനാടാ നടക്കുന്നത്? നിനക്കൊക്കെ എന്താ? തമ്പുരാൻ ഒരുത്തനെ വലിയവനാക്കിയാൽ അവൻ വലിയവനാ. അവനെ മാനിക്കാൻ നിനക്ക് കഴിവില്ല. നീ ഇറങ്ങിപ്പോതിൻ്റെ പോക്കിന്. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് കൊണ്ടുവന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ പുള്ളിക്കൊരു അവാർഡ് കൊടുക്കണം. അത് കോട്ടയം ടൗണിൽ കൊടുക്കണം. കോട്ടയം ടൗണിലെ കൊടുക്കണം. നമുക്ക് ആ മാൻ പവർ കൂടുതലേ. അല്ല, ഈ പുള്ളികൾക്കൊന്നും മാൻ പവർ ഇല്ല. നമുക്ക് കൂടാൻ 10 ആളുണ്ടെന്നേ. പിന്നെ ഞങ്ങൾ ആ കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിൻ്റെ അപ്പുറത്തോട്ട് മാറി ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ കയറി. ഞാൻ കേൾക്കാൻ പോയതാ. അവരെന്നോട് പറഞ്ഞ് 4 വാക്ക് പറയണം. ഞാനും 4 വാക്ക് പറഞ്ഞു. അന്ന് നല്ല കൃത്യത്തിനാണ് പുള്ളി അടിക്കുന്നതൊക്കെ. ഒരു മഹാനായ ഒരു മനുഷ്യനെ ദൈവം നമുക്ക് തന്നതിൽ കരങ്ങൾ ഉയർത്തി വന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ വേദികളിൽ ഉയർത്താറുള്ളൂ, അതേ ആളുകളെ പരിചയപ്പെടുത്താറില്ല. എന്നാൽ ഈ അനിൽ കൊടുത്തോട്ടം എന്ന് പറയുന്ന ഒരുത്തൻ ദൈവം നമുക്ക് തന്നൊരു വരദാനമാണ് എന്ന് അറിഞ്ഞ് ദൈവത്തിന് സ്തുതിച്ചോണം. ഇന്ന് പലയിടങ്ങളിലും താൻ കയറി നിൽക്കുന്ന ഇടങ്ങളിൽ ദൈവം തൻ്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞതിന് താല്പര്യം, ആരൊക്കെ അവമാനിച്ചാലും ദൈവം ഒരുത്തിനെ മാനിച്ചിട്ടുണ്ടോ അവനെ മാനിക്കുവാൻ ദൈവത്തിന് തിരുഹിതമാണ്. ഹല്ലേലൂയ. വൻപന്മാരാരും ഇന്ന് വരെ വിളിച്ച് ഒരു നല്ല വാക്ക് പറയുവാൻ അവസരം ലഭിച്ചിട്ടില്ല. കാരണം ഇയാൾ ജനിച്ചത് അങ്ങനെ ഇടത്താണ്. അത്രയും പറഞ്ഞ് ഞാനങ്ങ് അവിടം വിടുക. കാരണം ആരണ്ടൊക്കെ ഇത് പുറത്തിരുന്ന് കേൾക്കുന്നല്ലോ, അതുകൊണ്ട് മാത്രം. പോകട്ടെ. അവനെ മാനിച്ചു. ചെറിയ ബെന്യാമീൻ അവനെ രംഗപ്രവേശനം ചെയ്തപ്പോൾ, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൽ ഏറ്റവും ചെറിയവനാണ് എന്ന് പറയുമ്പോൾ തന്നെയും 1-ാമത്തെ രാജാവിനെ അവനിൽ കാണുകയായിരുന്നു ദൈവം. നാം തിരുവചനം വായിച്ച് പഠിച്ചിങ്ങോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ. പിന്നെ കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ. പഴയ നിയമത്തിലെ ശ്രേഷ്ഠനായ 1-ാം രാജാവിനെ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് എടുത്തു നിർത്തിയ ദൈവം ഇവന്റെ ഗോത്രത്തിൽ തന്നെ
പുതിയ നിയമത്തിന്റെ വക്താവിനെ കണ്ടുപിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പറയാ, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഞാൻ റോമ പൗരൻ എന്നൊക്കെ പറഞ്ഞ് മാനിക്കത്തക്ക വിധത്തിൽ ഈ ഗോത്രത്തെ ദൈവം മാനിച്ചു കൊണ്ടു നിർത്തുമ്പോൾ, ചെറിയ ബെന്യാമീനെ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഈ തിരുവചനം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ബെന്യാമീൻ ഗോത്രത്തെക്കുറിച്ച് അവൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ് അനുഗ്രഹം കൊടുത്തത് നമുക്കൊന്ന് വായിക്കണം. അത് നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം വായിക്കാം. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ അവൻ ഇര പിടിച്ച് വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ഹല്ലേലൂയ. ബെന്യാമീനെ, നീ ചെറിയവനാണെങ്കിലും ചെറിയ ഗോത്രക്കാരനാണെങ്കിലും നിന്റെ പിതാവായിരിക്കുന്ന യാക്കോബ് അനുഗ്രഹിച്ച സമയത്ത് വിളിച്ചു പറയുന്ന വാക്ക് ഇങ്ങനെയാ, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി. രാവിലെ അവൻ ഇര പിടിക്കും, വൈകുന്നേരം അവൻ കവർച്ച പങ്കിടും. ഞാനിവിടെ ഇരിക്കുന്ന യൗവനക്കാരിൽ എത്ര പേര് വേദപുസ്തകം കൊണ്ടുവന്ന് അറിയാൻ ചോദിക്കാൻ. പുസ്തകം കൊണ്ടുവന്നേരം പൊക്കി പിടിച്ച മതി. നീ എന്തിനിറങ്ങി വന്നാ എന്നാ എൻ്റെ ചോദ്യം. നീ എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? എന്നാ കുഞ്ഞെ, ഈ പുസ്തകം ഇല്ലാതെ നീ പുറത്തിറങ്ങരുത്. പള്ളിക്കൂടത്തിൽ പോകുമ്പോഴും ഒക്കുന്നെങ്കിൽ ഇതേലും ഒരെണ്ണം എടുത്ത് നിൻ്റെ ആ പുറത്ത് കിടക്കുന്ന ബാഗിലിടണം. എന്താണെന്ന് ചോദിച്ചാൽ, നീ ആരെയും നേടിയില്ലെങ്കിലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പുസ്തകം ചുമ്മിൻ്റെ ചുമട്ടുകൂടി നിനക്ക് തരും. പ്രതിഫലം വിഭജിക്കുമ്പോൾ നീ ദൈവവചനം ചുമ്മിക്കൊണ്ട് നടന്നതിൻ്റെ ഒരു ചുമട്ടുകൂടി തമ്പുരാൻ നിനക്ക് തരും. അതുകൊണ്ട് ഈ വേദപുസ്തകം കൊണ്ട് നടക്കുന്നവരൊന്നും അടിക്കണ്ട. ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പം ചിലർ പറയുന്നത്, ഇപ്പം എല്ലാവരും മിക്കാറും ഈ മൊബൈലും കൊണ്ടിഞ്ഞ് പോരും. അതിനകത്തുണ്ടല്ലോ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒരു ഞെട്ടും ഒരു ഇതൊക്കെ കൊടുക്കുമ്പോൾ വേണ്ട വന്നിരിക്കുന്നു 127-ാം സങ്കീർത്തനം. മക്കളെ, അതിനകത്ത് ബൈബിളും ഉണ്ട് എന്നുള്ളേ ഉള്ളൂ. ബൈബിളും ഉണ്ട്. എന്നാളൊരു ഉപദേശിയുടെ കൊച്ചൻ്റെ മൊബൈൽ താഴെ വീണു. അവനങ്ങോട്ട് കണ്ട അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെച്ചു പോയി. താഴെ വീണപ്പോൾ തന്നെത്താൻ ഓണായി. ആരാണ്ട് ഇതെടുത്ത് മാറ്റി വെക്കാൻ, ഒരു ബെല്ലടിയും കൂടെ എടുത്ത് മാറ്റി വെക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ, ഇന്നലെ രാത്രിയിൽ അവൻ ഉറക്കം വരാതെ കിടന്ന് നോക്കിയതല്ല അതിനകത്തുണ്ട്. ഞാൻ വിസ്തരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതിനകത്തും മൊബൈലിനകത്ത് ബൈബിളും ഉണ്ട്. നീ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മൊബൈൽ മതി നിനക്ക് നരകത്തിൽ പോകേണ്ട വഴി പറഞ്ഞു തരും. ഉപയോഗിക്കുന്ന കൃത്യമായിരിക്കണം. ആരെങ്കിലും വിളിച്ചു വെക്കണം. പിന്നെ അത്യാവശ്യമുള്ളത് മാത്രമേ കയറിപ്പോകാവൂ. സൈറ്റുകളിൽ, അന്യ സൈറ്റുകളിലൊന്നും കയറി പോകരുത്. അതുവഴി നീ നരകത്തിൽ വീഴും. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നോടെ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരം അവൻ കവർച്ച പങ്കിടും. രാവിലെ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരം വരുന്നുണ്ട് കവർച്ച പങ്കിടുന്ന ദിവസം. അന്ന് ചൊവ്വന്നേരുമായിട്ട് പങ്കിടണമെങ്കിൽ ഈ പകലിൽ ഇര പിടിക്കണം. പകൽ ഇര പിടിക്കുന്നവന് മാത്രമേ വൈകിട്ട് കവർച്ച പങ്കിടാനൊക്കത്തുള്ളൂ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അന്ന് നമുക്ക് കവർച്ച പങ്കിടണമെങ്കിൽ ഇപ്പോഴാകുന്ന രക്ഷാദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഒത്തില്ലെങ്കിൽ ഒരു ട്രാക്ടർ എടുത്തൊരുത്തിന് കൊണ്ട് കൊട്. സുവിശേഷ വേലയുടെ ഭാഗങ്ങളായി തീരണം ഓരോരുത്തരും, ഓരോ വ്യക്തികളും, കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം. പകൽ കവർച്ച, പകൽ ഇര പിടിക്കുന്നവന് മാത്രമേ രാത്രി കവർച്ച പങ്കിടാനൊക്കത്തുള്ളൂ. ആരായിവൻ? ചെന്നായി. ചെന്നായി ഇര പിടിക്കുന്ന വിധത്തെക്കുറിച്ച് പണ്ട് സ്കൂളിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു പാഠം. അതിങ്ങനെയായിരുന്നു, ഇര പിടിക്കാൻ പോകുന്ന ചെന്ന രണ്ടെണ്ണം ഒരുമിച്ചേ പോകും. ആൺ ചെന്നായും പെൺ ചെന്നായും. പോയിട്ട് പെൺചെന്ന അതിൻ്റെ വീതിയുള്ള വാലിലേക്ക് അതിൻ്റെ മൂത്രമൊഴിച്ചിട്ട് വട്ടം കറങ്ങിങ്ങനെ ചെപ്പം ഒരിടം ഇങ്ങനെ അവകാശം പറയുക. ഒരു കാടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് എവിടങ്ങ് അവകാശം പറഞ്ഞു വട്ടം ഒരു കറക്കും. എന്നിട്ട് പമ്മി അവിടെ കിടക്കും. ഈ അവകാശം പറഞ്ഞ
ഇതിനപ്പുറത്ത് ഇതിനകത്തെ ഒരൊറ്റ ചെറുമൃഗവും പോവുകയില്ല. കാരണം അത്ര രൂക്ഷ ഗന്ധമാണ് ഈ മൂത്രത്തിന്. ഇത് കണ്ണിൽ വീണ കണ്ണ് പൊട്ടും, അത്ര രൂക്ഷ ഗന്ധമാണ്. അതുകൊണ്ട് ആൺ ചെന്നാൽ ഓടും, വിരട്ടി ഓടിക്കും. ഇതിനകത്തുള്ള സകല മൃഗങ്ങളും ചെറുപ്രാണികളും ഒക്കെ ഓടും. മുയലും മാനും എല്ലാം ചാടും. ചാടി വട്ടം കറങ്ങിയാലും ഈ വലയത്തിന് പുറത്തു പോകത്തില്ല. കറങ്ങി അടിച്ച് പെൺചെന്ന കിടക്കുന്ന ഇടത്തോട്ട് വന്നിട്ട് ആ പുള്ളി പമ്മി അവിടെ കിടക്കും. പിന്നെ ഓടുന്നത് പെൺചെന്നായാണ്. ഓടി 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 ഇതിൻ്റെ എല്ലാം കാല് കിടക്കും. കൊണ്ടുവന്ന് ക്ഷീണം മാറാൻ കിടക്കുന്ന ആൺ ചെന്നായുടെ അടുക്കലേക്ക് ഓടിച്ചുകൊണ്ടുവന്ന് ചവിട് പമ്മും. പിന്നെ ആൺ ചെന്ന ഓടുക, ഓടി കടിച്ച് കുടഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ അടുക്കലോട്ട് കൊണ്ടങ്ങ് അടുക്കുക. പകലിൽ ഇങ്ങനെ കടിച്ചു കീറി എടുത്തെങ്കിലേ രാത്രിയിൽ പങ്കിടാനൊക്കത്തുള്ളൂ. സഹോദരിമാരെ, നിങ്ങൾക്ക് സുവിശേഷത്തിൽ പങ്കാളികളാകാൻ മനസ്സുണ്ടോ? വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇറങ്ങണം, ഓടണം, നടക്കണം, അവകാശം ചൊല്ലി പ്രാർത്ഥിക്കണം, വട്ടമിട്ട് കറങ്ങി അവകാശം ചൊല്ലണം. ഇത്രയും ഭാഗം എൻ്റെ അവകാശമാകർത്താവ്, ഇതിനകത്തുനിന്ന് ആത്മാക്കളെ നേടിയെടുക്കുവാൻ ഏൽപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ മാത്രമേ നാം ഈ ഉറവയിൽപ്പെട്ടവരാകത്തുള്ളൂ. ആത്മാക്കളെ നേടുന്ന ബെന്യാമീൻ കടിച്ച് കീറിക്കൊണ്ടുവന്ന് വൈകിട്ട് കവർച്ച പങ്കിടുകയാണ്. ഇവരാണ് ചെറിയ ബെന്യാമീൻ. ആത്മാക്കളെ നേടുവാൻ എത്ര പേർക്ക് ഭാരമുണ്ട്. നിന്റെ കൂടെ നടന്നവനോട് നീ പറഞ്ഞ വാക്കുകൾ സുവിശേഷം കലർന്നതാണോ? നിന്റെ കൂടെ നടന്നവനോട് നീ പറഞ്ഞ വാക്കുകളെ ശൃംഗാരം കലർന്നതാണോ? നിന്റെ വായിൽ നിറങ്ങി പുറപ്പെട്ട വാക്കുകൾ ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണോ? അന്യര് അശ്ലീലം പറഞ്ഞപ്പോൾ നീയും കൂടെ കുടഞ്ഞ് ചിരിച്ചതല്ലേ? നീ മൗനം അവലംബിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് നിന്റെ മുമ്പിൽ പറയത്തില്ലായിരുന്നല്ലോ. എങ്ങനെയുണ്ട് ആഴ്ചയിൽ 6 ദിവസത്തെ ജീവിതം? ഈ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുമ്പോൾ പാട്ടും തുള്ളലും ഒക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലെ ജീവിതം എങ്ങനെയുണ്ട്? ആത്മാക്കളെ നേടുവാൻ ഞാൻ ഇന്ന് പകലിൽ എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം, ദൈവമേ നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ഞാനൊരു ചെറിയ ബെന്യാമിനായിരുന്നു കൊണ്ട് ചിലതിനെ കടിച്ചു കുടയുവാൻ, എടുത്തു കൊണ്ടുവരുവാൻ, കൊണ്ടുവന്നിടുവാൻ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയെങ്കിൽ ദൈവസ്ഥനിൽ പ്രതിഫലം വാങ്ങുവാൻ എനിക്കും ദൈവസ്ഥനിലായിരിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് എത്ര പേര് ഇന്ന് പകൽക്കാലം തീരുമാനിക്കും?